ഗൈസ് എന്തൊക്കെയുണ്ട് ഗൈസ്? ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഷൻ ആൻഡ് ഇൻറ്റിഗ്രേഷൻ എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഇൻറ്റിഗ്രേഷനാണോ ചെയ്യേണ്ടത്, ഇൻവേഷനാണോ ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു പുനർചിന്തനം നടത്തുന്നത് നന്നായിരിക്കും. എൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ ഒരാൾ എഴുതിയ ഒരു കമൻ്റാണ് എനിക്ക് ഈ ഒരു വീഡിയോ ഇടാനുള്ള പ്രചോദനമായത്. അദ്ദേഹം ഉദാഹരണമായിട്ട് പറഞ്ഞത്, പണ്ട് ഇന്ത്യയിലേക്ക് പാഴ്സികൾ, അതുപോലെ തന്നെ ജൂതന്മാർ, അവരൊക്കെ കുടിയേറി കഴിഞ്ഞപ്പോൾ നടന്ന പ്രോസസ്സ് എന്താണെന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അവർ സത്യത്തിൽ ഇൻറ്റിഗ്രേഷനാണ് ചെയ്തത്. അതായത് പാഴ്സികൾ അതുപോലെ ജൂതന്മാർ അവരിവിടെ വന്ന് അവരവരുടെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ കൾച്ചറിൻ്റെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പ്രൈവറ്റ് സ്പേസിൽ ഒതുക്കിക്കൊണ്ട് പുറത്തേക്ക് ഉള്ള മനുഷ്യരുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തു. അങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ ഒരു അക്സെപ്റ്റൻസ് എമംഗ് അതർ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ സത്യമായ അവസ്ഥ. പക്ഷേ ബാക്കിയുള്ള മതങ്ങൾ, ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിലേക്ക് വന്നപ്പോഴും ഈ പറഞ്ഞ മുസ്ലിം മതം ഇന്ത്യയിലേക്ക് വന്നപ്പോഴും അവരുടെ കൾച്ചർ, അവരുടെ മതം, അവരുടെ രീതികൾ അതെല്ലാം ഇവിടുത്തെ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായൊരു പ്രവണതയാണ്. ഇന്ന് നമ്മൾ കുടിയേറി ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നും കൂടി നമ്മൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതല്ലേ? നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ നമ്മുടെ ആ കൾച്ചറിനെ അല്ലെന്നുണ്ടെങ്കിൽ ഫോറിൻ കൺട്രീസിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് കൂടുതൽ ആളുകളെ പ്രൊവോക്ക് ചെയ്യാനും അതുപോലെ തന്നെ ആളുകൾക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് എഗനിസ്റ്റായിട്ട് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെന്ത് പറയുന്നു?